വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷകനാകേണ്ട കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാനത്തെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ ദുരന്ത ഘട്ടത്തിൽ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിന് വന്നതിൻ്റെ ചെലവ് ഇനത്തിൽ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 153.47 കോടി രൂപ പിടിച്ചു പറിച്ചിരിക്കുകയാണ് മോഡി സർക്കാർ. ഹെലികോപ്റ്ററുകൾക്കുള്ള എയർബിൽ ഇനത്തിൽ SDRF നിധിയിൽ നിന്ന് പണം പിടിച്ചെന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചത്. ദുരന്ത പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട പാക്കേജ് കേന്ദ്രം നിഷേധിക്കുന്നതിനൊപ്പമാണ് ഭീമൻ തുക തട്ടിയെടുത്തതും. സംസ്ഥാനം പ്രളയത്തിൽപ്പെട്ടപ്പോഴും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചെലവിനത്തിലും സഹായമായി നൽകിയ അരി, മണ്ണെണ്ണ എന്നിവയുടെ വിലയായും 290.74 കോടി രൂപ കേന്ദ്ര സർക്കാർ അന്ന് പിടിച്ചിരുന്നു. കേരളത്തിൻ്റെ SDRF നിധിയിൽ കഴിഞ്ഞ വർഷം ശേഷിച്ച 394.99 കോടിയും നടപ്പു വർഷത്തെ വിഹിതമായ 388 കോടി രൂപയും ചേർത്ത് 782.99 കോടി രൂപ ഉണ്ടായിരുന്നു. അത് മുണ്ടക്കൈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്ന കേന്ദ്ര നിലപാട്. ഇതിൽ നിന്നാണ് 153.47 കോടി പിടിച്ചത്. ഫലത്തിൽ ശേഷിക്കുന്ന തുക 629.52 കോടിയായി. നഷ്ടം വിലയിരുത്തിയ കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച ഉന്നതതല സമിതിയാണ് പണം പിടിക്കാൻ ശുപാർശ ചെയ്തതാണ് കേന്ദ്രമന്ത്രിയുടെ വാദം. പ്രകൃതിക്ഷോഭമുണ്ടാകുമ്പോൾ ദുരന്ത നിവാരണത്തിനായുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചും സാമ്പത്തിക പിന്തുണ നൽകിയുമാണ് കേന്ദ്രം സഹായിക്കുക. ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യമായ സാമ്പത്തിക സഹായം ഇരകൾക്ക് നൽകണം. 2024-25 ദുരന്ത നിവാരണ നിധിയിലേക്ക് 388 കോടി അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര വിഹിതം 291.20 കോടിയും സംസ്ഥാന വിഹിതം 96.8 കോടിയും ഈ വർഷത്തെ കേന്ദ്ര വിഹിതം പൂർണ്ണമായി നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മിച്ചം വന്ന തുകയും ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കാം. കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് അധിക സഹായം അനുവദിക്കാറുള്ളതെന്ന് ഇങ്ങനെ പോകുന്നു കേന്ദ്രമന്ത്രിയുടെ മുട്ടാത്തർക്കം. മുണ്ടക്കൈ ദുരന്ത പുനരധിവാസത്തിലുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം അനുവദിക്കണമെന്ന് കേരളത്തിലെ MP-മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. മുണ്ടക്കൈ ദേശീയ ദുരന്തമായോ L3 വിഭാഗത്തിൽ വരുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള പ്രകൃതിക്ഷോഭമായോ പ്രഖ്യാപിക്കണം. ആവശ്യപ്പെട്ട 2221 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്നും MP-മാർ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു. എന്നാൽ മുണ്ടക്കൈ ദുരന്ത ബാധിതരെ കേന്ദ്ര സർക്കാർ ക്രൂരമായി അവഗണിക്കുമ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. 17.5 കോടി രൂപയാണ് ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയത്. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു മാസത്തേക്ക് ദിവസം 300 രൂപ വീതം നൽകാൻ തീരുമാനിച്ചിരുന്നത് ഒരു മാസത്തേക്ക് കൂടി നീട്ടി. പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിച്ചാണ് ദുരന്ത ബാധിതർക്ക് സഹായം ഉറപ്പാക്കിയത്. മരിച്ചവരുടെ ആശ്രിതരായ 160 പേർക്ക് 8 ലക്ഷം രൂപ വീതം നൽകി. 1036 പേർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ വീതം അനുവദിച്ചു. 174 മൃതദേഹം സംസ്കരിക്കാൻ 10,000 രൂപ വീതം നൽകി. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ദിവസം 300 രൂപ വീതം 2 മാസത്തേക്ക് 9,67,800 രൂപയും നൽകി. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായമായി 4,51,200 രൂപയും പ്രത്യേക സഹായമായി 17 ലക്ഷവും അനുവദിച്ചു. താൽക്കാലികമായി പുനരധിവസിപ്പിച്ച കുടുംബങ്ങൾക്ക് വാടകയായി ആഗസ്റ്റ് മുതൽ നവംബർ വരെ 1,70,86,000 രൂപയാണ് നൽകിയത്. ദുരന്തബാധിതർക്കായി മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സ്ഥലമേറ്റെടുക്കൽ നടപടി പുരോഗമിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്ന കുടുംബങ്ങളെ 28 ദിവസം കൊണ്ട് താൽക്കാലികമായി പുനരധിവസിപ്പിച്ചു. മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂളും വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മേപ്പാടിയിൽ തുറന്ന് അധ്യയനം തുടങ്ങിക്കഴിഞ്ഞു. മുണ്ടക്കൈ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ക്രൂരമായ അവഗണനയ്ക്കെതിരെ ഇന്ന് കേരളം പ്രതിഷേധ അഗ്നിയായി മാറി. LDFിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭം നിരന്തരമായുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായിരിക്കുന്ന താക്കീതായി മാറിയിരിക്കുകയാണ്.